ചേർത്തല ശ്രീനാരായണ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കാർഷിക സെമിനാർ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണം, കൃഷി, സുസ്ഥിര വികസനം എന്ന വിഷയത്തെ ആസ്പദമാക്കി മൂന്നാംഘട്ട പ്രൊജക്ട് ഡോക്യുമെന്റേഷന് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായാണ് സ്കൂൾ ശുചിത്വ ക്ലബ്ബും കൃഷിവകുപ്പും കുമരകം കൃഷി വിജ്ഞാന കേന്ദ്രവും ചേർന്ന് കൃഷിദീപം പദ്ധതിയും കാർഷിക സെമിനാറും സംഘടിപ്പിച്ചത്. സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. SN ട്രസ്റ്റിന്റെ ഹയർ സെക്കൻഡറി സ്കൂളാണ്. ശ്രീനാരായണ ഗുരു ശുചിത്വത്തിന്റെ കാര്യത്തിൽ വളരെ വലിയ പ്രാധാന്യം കൽപ്പിച്ച ആളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അദ്ദേഹം പഞ്ചശുദ്ധിയെക്കുറിച്ചാണ് പറഞ്ഞത്. പഞ്ചാന്ന് പറഞ്ഞാൽ പഞ്ചശുദ്ധി 5. ഒന്ന് ശരീരത്തിൻ്റെ ശുദ്ധിയാണ്, മറ്റൊന്ന് മനസ്സിൻ്റെ ശുദ്ധിയാണ്, വാക്കിൻ്റെ ശുദ്ധിയാണ്, ആഹാരത്തിൻ്റെ ശുദ്ധിയാണ്, പിന്നെ പ്രവൃത്തിയുടെ ശുദ്ധിയാണ്. ഈ 5 ശുദ്ധികളെക്കുറിച്ച് പറഞ്ഞു. ഈ 5 ശുദ്ധിയും നമുക്ക് നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നിങ്ങളുടെ ശരീരം ശുദ്ധമല്ല എങ്കിൽ ശരീരം അശുദ്ധമാകുന്നു എന്നായിരിക്കും. ശരീരം അശുദ്ധമാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രം അശുദ്ധമാകുന്നതല്ല. ശരീരം അശുദ്ധമാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം ഇല്ലാണ്ടാവുന്നു എന്നാണ് അർത്ഥം. രോഗങ്ങൾ കടന്നു കയറുമ്പോൾ നമ്മുടെ ശരീരം അശുദ്ധമായി മാറുന്നു. ആ അശുദ്ധി നമ്മളെ പലപ്പോഴും മനുഷ്യനെ നയിക്കുന്നത് മരണത്തിലേക്കും ആയിരിക്കും. ഇനിയും എത്രയോ കാലം ജീവിക്കാനുള്ളവരാണ് നിങ്ങൾ. ഞാൻ വൈകി വന്നിട്ട് നിങ്ങളെല്ലാം ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നില്ല. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് അത് തന്നെയാണ്. ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും. വളർന്ന് വലുതാവുമ്പോൾ ഓരോ നിലകളിലൊക്കെ എത്തുന്നതിനെ കുറിച്ച്. അപ്പോഴൊക്കെ നമുക്ക് ആരോഗ്യവും ജീവിതവും ഉണ്ടാവണ്ടേ, ജീവൻ ഉണ്ടാവണ്ടേ. ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഈ കാര്യത്തിൽ തന്നെയുണ്ട്. ആ പഞ്ചശുദ്ധികളിലൊന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ശുദ്ധിയാണ്. ആ ശരീരത്തിൻ്റെ ശുദ്ധി ശ്രീ ഗുരുദേവൻ തന്നെ പറഞ്ഞ മറ്റൊരു ശുദ്ധിയുമായി കൂടി ചേർന്നിരിക്കുന്നു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ P. പ്രസന്നകുമാർ സ്വാഗതവും സ്കൂൾ പ്രഥമാധ്യാപിക ധന്യ പ്രതാപ് നന്ദിയും പറഞ്ഞു. RDC കൺവീനർ KV സാബുലാൽ, ചെയർമാൻ VN ബാബു എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ PTA പ്രസിഡന്റ് P. സാബു കണർകാട്, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ രാജേഷ് KS, കഞ്ഞിക്കുഴി ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ സുനിൽ CV, മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ജാനിഷ് റോസ് ജേക്കബ് എന്നിവർ സംസാരിച്ചു. കരപ്പുറത്തിന്റെ കൃഷിയും കഞ്ഞിക്കുഴിയുടെ മഹിമയും എന്ന വിഷയത്തെ ആസ്പദമാക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. സന്തോഷ് കുമാറും നൂതന കാർഷിക പ്രവണതകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആശാ വി പിള്ളയും സുസ്ഥിര ജൈവ കാർഷിക മുറകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രം മാനേജർ കുമാരി വർഷ ഷിബുലാലും സംസാരിച്ചു.